സുവിശേഷം ജീവിതചര്യയാക്കിയ ധന്യന്മാർ ഇവാനിയോസ് എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. മലങ്കര സഭയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു യുഗപുരുഷനാണ് ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി. സുവിശേഷ മൂല്യങ്ങളെ വെറും വാക്കുകളിൽ ഒതുക്കാതെ അവയെ സ്വന്തം ജീവിതത്തിൻ്റെ ശ്വാസവും ചര്യവുമാക്കി മാറ്റിയ ഒരു പുണ്യശ്ലോകനായിരുന്നു അദ്ദേഹം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ഐക്യവും സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത പ്രവാചക തുല്യനായ ഇടയൻ. മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതത്തെ സുവിശേഷാധിഷ്ഠിതമാക്കിയ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ഒന്നാമതായി പ്രാർത്ഥനയും സന്യാസവും. സുവിശേഷത്തിൻ്റെ കാതൽ ദൈവവുമായുള്ള ആഴമായ ബന്ധമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഭാരതീയ പാരമ്പര്യത്തെയും ക്രൈസ്തവ സന്യാസത്തെയും കൂട്ടിയിണക്കി അദ്ദേഹം സ്ഥാപിച്ച ബഥനി ആശ്രമവും ബഥനി മഠവും ഇതിന് ഉദാഹരണങ്ങളാണ്. കാവ്യവസ്ത്രം ധരിച്ച് ജീവിതം നയിച്ച് പ്രാർത്ഥനയെ തൻ്റെ ജീവിതചര്യയാക്കി മാറ്റിയ അദ്ദേഹം സുവിശേഷത്തിലെ ദരിദ്രനായ ക്രിസ്തുവിനെയാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. പുനരൈക്യത്തിൻ്റെ ശില്പി. എല്ലാവരും ഒന്നായിരിക്കണമെന്ന ക്രിസ്തുവിൻ്റെ വലിയ സുവിശേഷ പ്രാർത്ഥന യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചു. സഭകൾ തമ്മിലുള്ള ഭിന്നതകൾ മാറ്റിവെച്ച് 1930 നടന്ന മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം കത്തോലിക്ക സഭയുമായി ഐക്യപ്പെട്ടു. വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ക്രിസ്തുവിൻ്റെ സുവിശേഷ ഐക്യത്തിനായിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകിയത്. വിദ്യാഭ്യാസ സാമൂഹിക വിപ്ലവം. വെറുമൊരു ആത്മീയ ഗുരു മാത്രമല്ലായിരുന്നു മാർ ഇവാനിയോസ്. സുവിശേഷം എന്നത് പാവപ്പെട്ടവൻ്റെയും അശരണൻ്റെയും കണ്ണീരൊൽപ്പലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അറിവില്ലായ്മയാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന് മനസ്സിലാക്കി അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. തിരുവനന്തപുരത്തെ മാർ ഇവാനിയോസ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇന്നും 10,000-ങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം പകരുന്നു. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ അന്വർത്ഥമാക്കിയ ജീവിതമായിരുന്നു മാർ ഇവാനിയോസിൻ്റേത്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ജീവിതം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സുവിശേഷം എന്നത് പള്ളികളിലോ പുസ്തകങ്ങളിലോ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതചര്യ ആകേണ്ട ഒന്നാണെന്നാണ്. സ്വാർത്ഥത വെടിഞ്ഞ് പരസ്നേഹത്തിലും സേവനത്തിലും അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മകൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ.